കാലിൻ്റെ പരിക്കൊക്കെ സുഖമായി വരുന്നു. എങ്കിലും നോർമലായി നടക്കാൻ 1-2 മാസത്തെ വിശ്രമം കൂടി വേണ്ടിവരും. സുഖാന്വേഷണം നടത്തിയ എല്ലാവർക്കും നന്ദി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ മറുപടി പറഞ്ഞിരുന്നു. വീണ്ടും ചില കമൻറ്റുകൾ മറുപടി പറയേണ്ടതായിട്ട് കണ്ടതുകൊണ്ട് അത്തരത്തിലുള്ള 1-2 കമൻറ്റുകളോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫേസ്ബുക്കിലെ അതുമായി ബന്ധപ്പെട്ട എൻ്റെ പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റാണിത്. താങ്കളുടെ കാൽ ഒന്ന് ഒടിഞ്ഞപ്പോൾ തന്നെ താങ്കൾ ഇരിക്കുന്ന അവസ്ഥ നോക്കുക. അപ്പോൾ താങ്കളെ അവൻ പണ്ട് തന്നെ തളർത്തിയിട്ടിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ദിവസം അവൻ താങ്കളെ പൂർണ്ണമായി തളർത്തിയിടും. കാരണം ഒരു ദിവസം ഈ ലോകം ഒരു വാർത്ത കേൾക്കും. എന്താണ് ആ വാർത്ത? ജബ്ബാർ ദൈവത്തിന് കീഴടങ്ങി ഈ ലോകം ഉപേക്ഷിച്ച് മരണപ്പെട്ടു പോയി. അതാണ് ആ വാർത്ത. ആ വാർത്ത ഇല്ലാതെയാക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇല്ല. അത് താങ്കളുടെ ഏറ്റവും വലിയ പരാജയമാണ്. എന്നാൽ അത് അവൻ്റെ വിജയമാണ്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും മരിച്ചവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവൻ മാത്രമാണ്. ഇതാണ് ഈ കമൻറ്റ്. സമാനമായ കമൻറ്റുകൾ പലയിടത്തും വിശ്വാസികൾ കൊണ്ടുവന്ന് പറ്റിച്ചു പോകുന്നതായിട്ട് എൻ്റെ വീഡിയോകൾക്ക് താഴെയും അതുപോലെ മതവിമർശനം നടത്തുന്നവരുടെ പോസ്റ്റുകൾക്ക് താഴെയുമൊക്കെ കാണാറുണ്ട്. ചിലരിങ്ങനെ മയ്യത്ത് കിടക്കുന്ന ചിത്രമൊക്കെ വെച്ചിട്ട് മരണം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് വരിക. നിങ്ങൾ നാളെ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. സത്യത്തിൽ ഈ ഒരു കമൻറ്റിലെ ഉള്ളടക്കം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ കമൻറ്റ് പറയുന്നത്. ആ ദൈവം അയാളുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസിയുടെ സങ്കല്പത്തിലുള്ള ദൈവം എത്ര വലിയൊരു ക്രൂര നാടകക്കാരനാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇയാൾ വിജയിക്കുന്നത് നമ്മൾ തളർന്നു പോകുമ്പോഴും നമ്മൾ ചാവുമ്പോഴുമാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ക്രൂരതയിലും മറ്റുള്ളവരുടെ വേദനയിലും സന്തോഷിക്കുകയും വിജയം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സാഡിസ്റ്റായിട്ടുള്ള ഒരു മാനസിക രോഗിയാണ് എന്നാണ് ഇവർ ദൈവത്തെക്കുറിച്ച് സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ഒരു പ്രധാന ആശയം മരണം നമുക്ക് തടയാൻ കഴിയുമോ എന്നാണ്. നമുക്കല്ല, നിങ്ങൾ യുക്തിവാദികൾക്ക് മരണത്തെ തടയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ചോദ്യം കേട്ടാൽ തോന്നുന്നു ഈ യുക്തിവാദികളല്ലാത്തവർക്ക്, ഈ മതവിശ്വാസികളും ദൈവവിശ്വാസികളുമായിട്ടുള്ള ആളുകളൊക്കെ മരണത്തെ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ കാലാകാലം ഇവിടെ ജീവിക്കുകയാണ്. നമുക്ക് മാത്രമേ മരണമുള്ളൂ എന്ന് തോന്നും. അതുപോലെ തന്നെ കാലൊടിയുന്നതും കൈയൊടിയുന്നതും പരിക്ക് പറ്റുന്നതും തളർന്നു കിടക്കുന്നതും ഒക്കെ ഈ അവിശ്വാസികൾ മാത്രമാണ് എന്ന് തോന്നുന്നു ഈ കമൻറ്റ് കണ്ടാൽ. ഈ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ ആളുകൾ ദൈവത്തിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അമ്പലത്തിലും പള്ളിയിലും ക്ഷേത്രത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അപകടം പറ്റി എത്രയോ ആളുകൾ മരിക്കുന്നു. അവിടെ ദൈവത്തിനെ കാണാൻ വേണ്ടി തീർത്ഥാടനത്തിന് പോകുന്ന വണ്ടികൾ ഇടിച്ചിട്ടും മറിഞ്ഞിട്ടും 100 കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും മരിക്കുന്നത്. അപകടങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനകത്തൊരു 20-25% തീർത്ഥാടകരുടെ മരണമാണെന്ന് കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് രക്ഷ തേടി പോകുന്ന ആളുകൾ തന്നെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയോ അപകടത്തിൽപ്പെട്ടിട്ട് തളർന്നു കിടക്കുകയോ കയ്യും കാലും ഓടിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് പറ്റുന്ന അപകടങ്ങൾ, മനുഷ്യരുടെ മരണം, ആപത്തുകൾ, ഇതൊക്കെ ഈ ദൈവവുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണെങ്കിൽ, അതല്ലെങ്കിൽ ദൈവവിശ്വാസവുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, കാല് പൊട്ടുന്നതോ കൈ ഒടിയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് പറ്റുന്നതോ ഈ നിരീശ്വരവാദികൾക്ക് മാത്രമല്ല. നിങ്ങളിപ്പോൾ ഒരു കാലിൻ്റെ അസ്ഥി പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന എനിക്ക് യാതൊരു വേദനയും വിഷമമൊന്നുമില്ല. തൽക്കാലം കുറച്ച് ദിവസം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. നിങ്ങൾ ആ RCCയിലേക്ക് ഒന്ന് പോയി നോക്ക്, ക്യാൻസർ ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് പോയി നോക്ക്. ഈ മനുഷ്യർ വേദന തിന്ന് മരിക്കാതെ മരിക്കുകയാണ് അവിടെയൊക്കെ. വർഷങ്ങളോളം വേദന തിന്ന് കഷ്ടപ്പെടുന്ന എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. ആര് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ ഇത് അനുഭവിക്കുന്നത്? അവർക്കൊക്കെ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വന്ന ശിക്ഷയാണോ ഇത്? അങ്ങനെ എത്രയോ ജന്മം കൊണ്ട് തന്നെ
ദുരിതം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ലോകത്തുണ്ട്. ജനിക്കുമ്പോൾ തന്നെ 2 തല ഒട്ടിയിട്ട് ജനിക്കുന്നവർ, കയ്യും കാലും ഇല്ലാതെ ജനിക്കുന്നവർ, കണ്ണും മൂക്കും ഒന്നുമില്ലാതെ ജനിക്കുന്നവർ, ഒരു ശരീരം മാത്രമായിട്ട് ഒരു കിടക്കയിൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ട അവസ്ഥയിൽ ജനിക്കുന്നവർ, തലച്ചോറ് വേണ്ടത്ര വളർച്ചയില്ലാതെ ബുദ്ധിമാന്യത്തോടു കൂടി ജനിക്കുന്നവർ, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ജനിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ തെറ്റ് ചെയ്തിട്ടാണോ അവരങ്ങനെ ജനിച്ചത്? പൂർവ്വജന്മ വിശ്വാസികൾ പറയുന്നത് മുൻജന്മത്തിൽ ചെയ്ത പാപം എന്നാണ്. അതില്ലാത്ത ആളുകൾ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ പരീക്ഷണം എന്നാണ്. എന്താണ് ഇത്തരം ക്രൂരമായിട്ടുള്ള പരീക്ഷണം നടത്തുന്ന ഒരാളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇതിനൊക്കെ ഒരു അവിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയും. കാരണം ഇതെല്ലാം ഒരു പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട്, നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നതാണ്. അത് പെർഫെക്റ്റായിട്ട് ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. പക്ഷേ ഈ വിശ്വാസത്തെ ഇതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് തിരികെ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതിനൊക്കെ എന്താണ് മറുപടി പറയാൻ കഴിയുക? അപ്പോൾ അവർക്ക് ദൈവം പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ വീണ്ടും ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട്, ഒരു ക്രൂര വിനോദക്കാരനായിട്ട് മാറ്റേണ്ടി വരികയാണ്. എന്ന് മാത്രമല്ല, എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള ദൈവം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തോ അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തുകയാണ് എന്ന വിരോധാഭാസം കൂടി അവർക്ക് അവതരിപ്പിക്കേണ്ടി വരുന്നു. ഈ വൈരുദ്ധ്യങ്ങളിൽ വിശ്വാസികൾ ചെന്ന് ചാടുന്നത് എന്തുകൊണ്ടാണ്? അവർ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പൂർവികർ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഈ മുത്തശ്ശി കഥകൾ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ഭാവനയിൽ നെയ്തുണ്ടാക്കിയതാണ് എന്നതുകൊണ്ടാണ് ഈ വിരോധാഭാസവും ഈ പരിഹാസ്യമായിട്ടുള്ള ഈ വൈകല്യങ്ങളൊക്കെ ഈ കഥകളിൽ വന്ന് പെട്ടത്. ഈ മരണം കാട്ടി പേടിപ്പിക്കുന്ന ആളുകളോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് മരണത്തെ ഭയപ്പെടുത്തുന്നത്? ആരാണ് മരണം എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളാരും നമ്മുടെ കുട്ടികളെ മരണം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം ആരെങ്കിലുമൊക്കെ വന്നിട്ട് കബറിൽ അല്ലെങ്കിൽ ശവക്കുഴിയിലിട്ടിട്ട് കുത്തും മാന്തും എന്നൊന്നും പറഞ്ഞ് നമ്മൾ കുട്ടികളെ പേടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ വളർന്ന കുട്ടികൾ മാനസികമായിട്ട് നല്ല ആരോഗ്യത്തോടെയാണ് വളരുന്നത്. അതേസമയത്ത് ഈ അന്ധവിശ്വാസങ്ങൾ കുത്തിക്കയറ്റി ചെറിയ കുട്ടികളായിരിക്കും ഈ കുഞ്ഞുങ്ങളെ മാനസിക രോഗികളും വിഭ്രാന്തിയുള്ളവരുമാക്കി മാറ്റി അവരുടെ മാനസിക ആരോഗ്യം തകർത്ത് അവരെ കാലാകാലം പേടിയുള്ളവരാക്കി, ഈ പേടിയിൽ തളച്ചിട്ടുകൊണ്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുകയാണ് ഈ വിശ്വാസി കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണം പറഞ്ഞ് എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? മരണത്തെക്കുറിച്ച് എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാരും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മരണം ഇല്ല എന്നല്ല. മരണം എപ്പോൾ വരുന്നു എന്നുള്ളത് നമ്മളതും കാത്തിങ്ങനെ ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ജീവിതമാണ് ആസ്വദിക്കേണ്ടത്. ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും അത് ആസ്വദിച്ച് നമ്മൾ ജീവിക്കുക. മരിക്കുമ്പോൾ മരിച്ചോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ മരിക്കുന്നതോടുകൂടി നമ്മളിത് തീർന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് ജീവിതം പാഴാക്കുന്നവൻ വിഡ്ഢിയാണ്. കാരണം അവനൊന്നുമില്ല, അവന് കക്ഷത്തുള്ളതും പോയി ആകാശത്തുള്ളത് കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് വരുന്നത്. അതേസമയത്ത് നമ്മൾ ജീവിതത്തിലാണ് ശ്രദ്ധിക്കുന്നത്, മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ജീവിതം പാഴാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മാനസികാരോഗ്യത്തോടെ ജീവിച്ച്, സന്തോഷത്തോടെ ജീവിച്ച്, സമാധാനത്തോടെ മരിക്കുന്നവരാണ്. നേരെ മറിച്ച് വിശ്വാസികൾ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ ഈ യക്ഷിക്കഥകൾ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുകയും സദാസമയം മരണം പറഞ്ഞ് പേടിപ്പിക്കുകയും ഖബർ പറഞ്ഞ് പേടിപ്പിക്കുകയും ഖബറിലെ ശിക്ഷ, അത് കഴിഞ്ഞുള്ള ശിക്ഷ, അവിടുത്തെ വിചാരണ, അവിടുത്തെ ശിക്ഷ, നിത്യനരകം തുടങ്ങിയിട്ടുള്ള കെട്ടുകഥകൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ മാനസിക ആരോഗ്യം തകർത്ത് അവരെ ഒരു തരത്തിലുള്ള വിഭ്രാന്തിയിലേക്ക് തള്ളിവിടുകയാണ് ഈ മതവിശ്വാസികൾ ചെയ്യുന്നത്. മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ക്രൂരതയാണത്. കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് മതം പഠിപ്പിക്കുന്നത്. അങ്ങനെ പേടിപ്പിച്ചിട്ട് ഈ മനുഷ്യരിൽ നിന്ന് എന്താണ് ഇവർക്ക് നേടാനുള്ളത്? ഈ ദൈവത്തിന് എന്താണ് നേടാനുള്ളത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ജന്മം മുഴുവൻ നമ്മളിങ്ങനെ തളർത്തിയിട്ടിരുന്നെങ്കിൽ താങ്കൾ എന്താണ് ചിന്തിക്കുക എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ത് ചിന്തിക്കാനാ? ആ തളർത്തിയിട്ടത് ദൈവമാണ് എന്ന് ചിന്തിച്ചാൽ ആ ദൈവത്തിനോട് നമുക്ക് എന്ത് നന്ദി സ്നേഹം ഉണ്ടാവുക?
ഇവിടെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണമെന്നാണ് പറയുന്നത്. ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് പോലും ദൈവം ഈ പരീക്ഷണമൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഈ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചത്, എന്നിട്ട് ഈ കഷ്ടപ്പാടുകളെല്ലാം ഇവിടെ തന്നത് ദൈവത്തിന് നമ്മൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരാളോട് എപ്പോഴാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ഇപ്പം നമ്മളിവിടെ ജനിച്ചു, അതൊരു വലിയ സംഭവമാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ജനിച്ചതിന് നമുക്ക് നന്ദി പറയാം. പക്ഷെ അങ്ങനെ തോന്നുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ ജനിക്കാതിരുന്നെങ്കിൽ എന്ത് നഷ്ടമാണ് ഇവിടെ ഉണ്ടാവുക? നമുക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാവുന്നത്? നമ്മൾ ജനിച്ചില്ലെങ്കിൽ നമ്മൾ ജനിച്ചില്ല, നമ്മൾ പിന്നെ ഒന്നും അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് മരണവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചുക്കും വരാനില്ല. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഓർമ്മയും നമ്മുടെ അറിവും നമ്മളുടെ ചിന്തയും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഇല്ലാതാവുക എന്നാണ് നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. കാരണം ഇതെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുമ്പോഴാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണിതൊക്കെ. അതിനാണ് നമ്മൾ മനസ്സ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ആത്മാവ് എന്നതിന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൊണ്ടുവന്ന് കയറ്റിയതാണെന്ന് പറയുന്നു. അങ്ങനെ വേറൊരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കയറ്റിയതാണെങ്കിൽ മാത്രമേ മനുഷ്യർ വീണ്ടും മണ്ണായോ അല്ലെങ്കിൽ ചാരമായോ ദ്രവിച്ചു പോയതിന് ശേഷം വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശരീരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറ്റി ഇതേ ആത്മാവിനെ കയറ്റിയാൽ മാത്രമേ നമ്മളുടെ ചിന്തകളും ഓർമ്മകളും മനസ്സൊക്കെ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മനസ്സ്, ചിന്ത, ഓർമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്തുള്ള ശേഖരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ആ മനസ്സെന്ന് പറയുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതിനാണ് നമ്മൾ മരിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാളുടെ ഓർമ്മകളും വികാരങ്ങളും വിചാരങ്ങളും അറിവും എല്ലാം ഇല്ലാതായി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ബേജാറാവുന്നത്? മരിച്ചു കഴിഞ്ഞാൽ നമ്മളില്ലല്ലോ, നമുക്ക് പിന്നീട് യാതൊന്നും അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ ഓർമ്മകൾ പോയി, എല്ലാം പോയി. പിന്നെ നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ ഈ പറയുന്ന മനസ്സെന്ന് പറയുന്ന സാധനം വേറെ ആയിരിക്കണം. അങ്ങനെ വേറെ അല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്, നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ പുനർജന്മം നടത്തിയിട്ട് അല്ലെങ്കിൽ പുനർജനിപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ പീഡിപ്പിക്കും ഇങ്ങനെ പീഡിപ്പിക്കും എന്ന് പറയുന്ന കെട്ടുകഥകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം പാഴാക്കുന്നത്? മരണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങളാരും, അവിശ്വാസികളാരും മരണത്തെ ഭയപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് നിരീശ്വരവാദികളായ ആളുകൾ മരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോയി അവരെ സന്ദർശിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായത് അവരൊക്കെ സമചിത്തത പോലും കൈവെടിയാതെ മരണത്തെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് എനിക്കുള്ള അനുഭവം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂരിൽ നമ്മുടെ മുൻ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന MBK എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 3-4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കണ്ണൂരിൽ പോയത്. ആ സമയത്ത് അദ്ദേഹത്തിന് അറിയാം 2-3 ദിവസം കൂടി ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹം അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരിക്കാൻ പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചോ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റേതായ വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും എന്നോട് സംസാരിക്കുകയല്ല ചെയ്ത്, മറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എന്നോട് സംസാരിച്ചത്. അതുപോലെയുള്ള നമ്മുടെ സംഘടനയുടെ കാര്യം, നമ്മുടെ ആശയങ്ങളുടെ കാര്യം, അതുപോലെ ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ആവലാതി ഉണ്ടായിരുന്നത്. അദ്ദേഹം 4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിക്കാൻ പോകുന്നു എന്നുള്ള വേവലാതിയല്ല. എന്നിട്ട് ഒരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് യാത്ര പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വേഗം പൊയ്ക്കോളൂ, 4 മണിയായില്ലേ സമയം, നോക്കൂ 4 മണിയായില്ലേ സമയം, മലപ്പുറത്തെത്താൻ ഇരുട്ടാവില്ലേ, വേഗം പൊയ്ക്കോളൂ എന്ന് ആണ് അദ്ദേഹം എന്നോട് പോരാൻ നേരത്ത് പറയുന്നത്. അപ്പോൾ അത്രമാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ കൺസേൺഡ് ആവുകയും തൻ്റെ മരണത്തെക്കുറിച്ച് യാതൊരു വേവലാതിയും ബേജാറും ഇല്ലാതെ മരണത്തെ ഫേസ് ചെയ്യുകയും ചെയ്ത MBK പോലുള്ള ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. AV ജോസേട്ടൻ, അപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയ തൃശ്ശൂരിലുണ്ടായിരുന്ന ജോസ്, അദ്ദേഹത്തിന് അതുപോലെ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാണാൻ പോയി. അദ്ദേഹവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം മരിക്കാൻ പോകുന്നു എന്നറിയുന്നതിൻ്റെ യാതൊരു വിഷമവും ബേജാറും അദ്ദേഹത്തിൻ്റെ മുഖത്തോ മനസ്സിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ കണ്ടില്ല. ഇങ്ങനെ
എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. നേരെ മറിച്ച് ഈ മതഭ്രാന്ത് പിടികൂടിയ ആളുകൾ, മതത്തിൻ്റെ വലിയ പണ്ഡിതന്മാരായിട്ടും വലിയ ആളുകളായിട്ടൊക്കെ നടന്നിരുന്ന ആളുകൾ പ്രായമാകും തോറും ആകുലത കൂടി, ബേജാറ് കൂടി, ഒരുതരം മാനസിക വിഭ്രാന്തി കൂടി വിഷമിക്കുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കിടന്നിട്ട് പ്രാർത്ഥിക്കലും നിസ്കരിക്കലും തലകുത്തി മറിയലും ഇങ്ങനെ ഇത് തന്നെ. കാരണം ബേജാറ് കൊണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന ബേജാറ് കാരണം മരണസമയത്ത് പോലും ഒരു മനസ്സിന് ഒരു ആശ്വാസത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു വേദനയില്ലാതെയോ മരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ വിശ്വാസ ഭ്രാന്ത് പിടികൂടിയ ആളുകൾക്കുള്ളത്. അവരത് പ്രകടിപ്പിക്കുന്നത്. ചില ആളുകൾ പ്രായമാകുന്നതോടുകൂടി ഇത് ഓർത്തോർത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ആകെ കൂടി ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയ ആളുകൾ ഉണ്ട്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഇത്തരം യക്ഷിക്കഥകൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയും അത് പ്രായമായി മരിക്കാനാവുന്നത് വരെ കൊണ്ടു നടക്കുകയും എന്നിട്ട് മരണത്തിൻ്റെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ പോലും യാതൊരു ആശ്വാസവും സമാധാനവും കിട്ടാതെ അവിടെ പോയിട്ട് അവരെ ഷഹാദത്ത് കലിമ ചൊല്ലിയൊക്കെ കൂടുതൽ പേടിപ്പിക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഹജീവികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ എന്നാണ് ഞാൻ കരുതുന്നത്. നേരെ മറിച്ച് അവർക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു നൽകുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അസുഖമായി വന്ന് കിടക്കുന്നവരായാലും ശരി, വേദന അനുഭവിക്കുന്നവരായാലും ശരി, മരണശയ്യയിൽ കിടക്കുന്നവരായാലും ശരി, അവർക്ക് ആ സമയത്ത് ആശ്വാസവും സന്തോഷവും പകർന്നു നൽകണമെങ്കിൽ അവർ ഈ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബേജാറാക്കുകയോ അല്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ശല്യം ചെയ്യുകയോ ഒന്നും അല്ല വേണ്ടത്. നമ്മൾ മറ്റു രീതിയിൽ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും ഒരു ബേജാറും ഇല്ലാത്തത് കൊണ്ട് തന്നെ മരണത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ യുക്തിപരമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായ ഒരു ജൈവചോദന എന്ന നിലയിൽ ഏതൊരു ജീവിയിലും ഉണ്ടാകുന്ന മരണഭയത്തെ പോലും ഒരു സ്വതന്ത്ര ചിന്തകന് അല്ലെങ്കിൽ ഒരു യുക്തിവാദിക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് ഒരു മതവിശ്വാസി അവിടെ എത്തുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ഉള്ളതിൻ്റെ 10 ഇരട്ടി ബേജാറും വിഷമവും ഭയവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ മരിക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല അയാളുടെ ബേജാറ്, മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, തന്നെ ആരൊക്കെയോ ശിക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ബേജാറ് കൂടി അയാൾ പേറുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ജനിക്കുന്നതിന് മുമ്പും ഇവിടെ ലോകമുണ്ടായിരുന്നു, പ്രപഞ്ചമുണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു, ജീവികളും ജന്തുക്കളും മനുഷ്യരും ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവിടെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്, ചരിത്രമുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളിവിടെ ഇല്ല. നമ്മൾ ജനിച്ചിട്ടില്ലാത്ത കാലത്ത് നമുക്ക് വല്ല ബേജാറും ഉണ്ടായിരുന്നോ? നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? അതേ അവസ്ഥയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ ലോകം ഉണ്ടാവും, ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സന്തോഷിക്കാനോ ദുഃഖിക്കാനോ വേദനിക്കാനോ മറ്റുള്ളതിനൊന്നുമുള്ള കഴിവില്ല. നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം അത് എപ്പോഴാണ് എന്താണ് എന്ന് ചിന്തിച്ച് ബേജാറാവുന്നതിന് പകരം ആ കാലഘട്ടത്തെ ഒരു വിനോദയാത്ര പോലെ ആസ്വദിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ ചെയ്യേണ്ടത്. അങ്ങനെ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുക എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വരും വിശ്വാസികൾ. അതല്ല. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെങ്കിൽ, ഒരു സംഘജീവിയാണെങ്കിൽ തൻ്റെ സമൂഹത്തിലെ തൻ്റെ സഹജീവികൾക്ക് കൂടി സ്നേഹവും നന്മയും സന്തോഷവും പകർന്നു നൽകിക്കൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ട് എല്ലാ നന്മകളും പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും കൂടെ ജീവിതം ഒരു സംഘവിനോദയാത്ര പോലെ ആസ്വദിക്കുകയാണ് വേണ്ടത് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആ ഒരർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന മരണം പറഞ്ഞ് അവിശ്വാസികളെ ബേജാറാക്കുന്ന നിങ്ങളുടെ ഈ നിലപാടൊക്കെ വളരെ വളരെ ബാലിശമാണ്, വളരെ വളരെ പരിഹാസ്യമാണ്. അത് സ്വയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഈ ഒരു മുത്തശ്ശി കഥയുടെ ചുറ്റും കെട്ടിയിട്ടതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത ബേജാറ് ഞങ്ങളുടെ ഒന്നും കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ മരണക്കിടക്കയിൽ പോലും സന്തോഷമായിട്ട് കഴിയുന്നവരാണ്. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മരിച്ചാൽ പിന്നെ ജീവിതമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറാവുന്നവരല്ല. ആ ബേജാറൊക്കെ നിങ്ങളെപ്പോലുള്ള അന്ധവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. മനുഷ്യരെന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ മെനഞ്ഞുണ്ടാക്കിയത്? അതിൻ്റെ മനഃശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ അതിലൊന്ന് മനുഷ്യർക്ക് ചില യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊള്ളാനുള്ള പ്രയാസം.
കാരണം അത് അവരുടെ ജൈവചോദനയും ആ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പം മരണം ഉദാഹരണം, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇല്ലാതാവും എന്നുള്ളത് ഒരാൾക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ജൈവചോദനയുടെ ഭാഗമായിട്ടുള്ള ഓരോ ജീവിയിലുമുള്ള അതിജീവനത്തിൻ്റെ ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ ആ അതിജീവനത്തിൻ്റെ ആ ഒരു രസതന്ത്രം അനുസരിച്ച് മരിക്കാതിരിക്കുക എന്നത് ഓരോ ജീവിയുടെയും ഒരു ആഗ്രഹമാണ്. ആ ഒരു ജൈവചോദനയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി കണ്ടപ്പോൾ ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മനുഷ്യൻ കണ്ടെത്തിയ ഒരു സാങ്കല്പിക പരിഹാരമാണ് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുക, എന്നിട്ട് കാലാകാലം ജീവിക്കുക എന്നതുപോലുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ. അത് ഒരു കാരണം. മറ്റൊന്ന്, മനുഷ്യരെ സാമൂഹികമായി നിയന്ത്രിക്കാൻ സമൂഹം ഒരു ശൈശവ അവസ്ഥയിലായിരുന്ന കാലത്ത് എന്തിനാണ് മനുഷ്യർ ധാർമ്മിക നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിയായ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയ ആളുകളെ അനുസരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്ത്, അത്രയൊന്നും ചിന്താവികാസം നേരിട്ടിട്ടില്ലാത്ത ഒരു ശൈശവകാലത്ത് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഗോത്രത്തലവന്മാരും രാജാക്കന്മാരും ഒക്കെ ആ സമൂഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മരുന്നാണ് ഇത്തരം മുത്തശ്ശി കഥകൾ. ആ മുത്തശ്ശി കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിച്ച് നിർത്തിയാൽ അവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി. ആ മുത്തശ്ശി കഥകൾ എളുപ്പത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഏശാൻ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. മരണത്തെക്കുറിച്ചൊക്കെയുള്ള മനുഷ്യരുടെ ഈ ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ, മരിച്ചാൽ അവസാനിക്കും ജീവിതം എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള പ്രയാസത്തിൽ നിന്നാണ് മരണത്തോടു കൂടി അവസാനിക്കാത്തതാണ് ജീവിതം എന്ന സങ്കല്പം മനുഷ്യരുണ്ടാക്കിയത്. അതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നാൽ പരിണാമത്തിലൂടെ ഉണ്ടായ ഒരു മൃഗമാണ് അല്ലെങ്കിൽ ഒരു ജന്തുവാണ് എന്നത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യൻ്റെ ധാരണ മനുഷ്യൻ അതിനേക്കാളും വലിയ എന്തോ സംഭവമാണെന്നാണ്. അഹങ്കാരമാണത്. ആ അഹങ്കാര ചിന്തയുടെ ഭാഗമായിട്ടാണ് മനുഷ്യർക്ക് മാത്രം മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷതകളുണ്ട് എന്നും അത് ആത്മാവ് എന്ന് പറയുന്ന വേറൊരു സാധനം മനുഷ്യനിൽ മാത്രം കയറ്റി വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പണ്ടത്തരങ്ങളൊക്കെ മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയത് ഇത്തരത്തിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള പ്രയാസം കൊണ്ട് മനുഷ്യൻ സങ്കല്പത്തിൽ കണ്ടെത്തിയ ചില പരിഹാരമാർഗങ്ങളാണ്. പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വെറും കെട്ടുകഥകളായിരുന്നു എന്നും ഭാവനകളായിരുന്നു എന്നും തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടും സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്നില്ല. കാരണം ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് സമൂഹം ആ ഒരു ഘട്ടമൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് നമ്മൾ ധാർമ്മിക നിയമങ്ങൾ പാലിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടത് എന്ന് കാര്യകാരണ സഹിതം നമുക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയും, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരാളെ ധാർമ്മിക നിയമങ്ങൾ പാലിക്കാൻ അയാൾക്ക് ഈ കോത്താമ്പി കഥയും മുത്തശ്ശി കഥയും പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, മനുഷ്യൻ ഒരു മൃഗമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി, പരിണാമത്തിലൂടെയാണ് നമ്മൾ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശാരീരികവും ആരോഗ്യപരവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ട് പരിഹരിക്കാൻ കഴിയുക എന്ന് ഇന്ന് തിരിച്ചറിയുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ആരോഗ്യ ശാസ്ത്രം പോലും പരിണാമത്തിൻ്റെ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓരോ അവയവങ്ങളും എങ്ങനെ പരിണമിച്ചുണ്ടായി എന്നതിനെക്കുറിച്ചടക്കം പഠിച്ചുകൊണ്ടാണ് ഇന്ന് ആരോഗ്യശാസ്ത്രം പോലും വികസിക്കുന്നത്. നമ്മുടെ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം എല്ലാം പരിണാമത്തിലൂടെയാണ് ഇന്ന് മുന്നേറുന്നത്. അങ്ങനെ മുന്നേറുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളെ മനസ്സിലാക്കി പ്രശ്നങ്ങളെ പരിഹരിക്കാനും നിർദ്ധാരണം ചെയ്യാനും കഴിയുക. ആ ഒരു കാലഘട്ടത്തിൽ ഈ മുത്തശ്ശി കഥകളെല്ലാം കാലഹരണപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാലഹരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് ഇത്തരം മുത്തശ്ശി കഥകൾ മനുഷ്യൻ്റെ ശരിയായ ധാർമ്മികതയിലേക്കും ശരിയായ പുരോഗതിയിലേക്കും ശരിയായ മാനസികാരോഗ്യത്തിലേക്കും ഒക്കെ ഉള്ള വളർച്ചയ്ക്ക് മുന്നിൽ വലിയ തടസ്സമായി നിൽക്കുന്നു എന്നതുകൊണ്ട് ഗുണത്തേക്കാൾ ഏറെ ദോഷകരമാണ് ഈ മുത്തശ്ശി കഥകൾ എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ മതങ്ങളെ കളിയാക്കുകയും നമ്മൾ വിമർശിക്കുകയും മതങ്ങളെ ഉപേക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. കാരണം ഈ മതങ്ങളെക്കാൾ മെച്ചപ്പെട്ട കഥകൾ ഇന്ന്, യാഥാർത്ഥ്യബോധത്തോടെ ഉണ്ടാക്കിയ കഥകൾ ഇന്ന് മനുഷ്യർക്ക് മുമ്പിലുണ്ട്. മനുഷ്യാവകാശങ്ങളുണ്ട്, ഭരണഘടനകളുണ്ട്, ജനാധിപത്യ വ്യവസ്ഥകളുണ്ട്, അത്തരത്തിലുള്ള പുതിയ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് ഈ പഴയ ഗോത്രകാലത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മനുഷ്യർക്ക് ഇന്ന് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെല്ലാം തടസ്സം നിൽക്കുന്ന ഈ പഴയകാല മുത്തശ്ശി കഥകളെ നമ്മൾ വലിച്ചെറിയണമെന്നാണ് നമ്മൾ
പറയുന്നത്. ഇവിടെ കൊടും ക്രൂരനായ ഒരു ദൈവത്തിനെ കൊണ്ടെന്ന് അവതരിപ്പിച്ചിട്ട് മരണം പറഞ്ഞിട്ടുമൊക്കെ നമ്മളെ പേടിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങൾ ഈ പറയുന്ന ദൈവത്തിന് എന്ത് പ്രയോജനം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ വേറെ ഒരു കോമഡി ഇവിടെ ഇടയിലുണ്ടായി. ഇപ്പോൾ എൻ്റെ കാല് ഒടിഞ്ഞത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന മട്ടിൽ മുസ്ലിങ്ങളായ വിശ്വാസികളിൽ ചിലർ വന്നിട്ട് പ്രതികരിച്ചു. അതേ സമയത്ത് വേറെ ചില ആളുകൾ മറ്റൊരു രീതിയിൽ, ഇത്ര പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ പരോക്ഷമായിട്ട് നമ്മളെ വരികൾക്കിടയിൽ അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ചില പ്രതികരണങ്ങളും ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അയാൾ പറയാൻ എന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്, മാഷ് 40-45 കൊല്ലമായിട്ട് ഈ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും കുറ്റം പറഞ്ഞിട്ടും മാഷിക്ക് യാതൊരു അപകടവും പറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത കാലത്ത് അടുക്കളയിലുള്ള അമ്മിക്കല്ലൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ശിവനെയും ശിവലിംഗത്തിനെയും ഒക്കെ പരിഹസിക്കുകയും ശിവലിംഗത്തെ പരിഹസിച്ചയാളെ വിമർശിച്ചതിന് നൂപൂർ ശർമ്മയെ കുറ്റപ്പറയുകയും നൂപൂർ ശർമ്മയ്ക്ക് പിന്തുണ കൊടുത്തതിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ആണ്, ശിവൻ്റെ ശാപം ഏറ്റതുകൊണ്ടാണ് എനിക്ക് ഈ അപകടം പറ്റിയത് എന്ന മട്ടിൽ, അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും കാലം അള്ളാഹുവിനെ പറഞ്ഞിട്ടും പറ്റാത്തൊരപകടം ശിവനെ പറഞ്ഞപ്പോൾ ഉണ്ടായി, ശിവലിംഗത്തെ പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന മട്ടിൽ ഒരാൾ കമൻ്റ് ഇടുന്നു. ഇനി വേറൊരു കോമഡി, ചില ക്രിസ്ത്യൻ ആശാന്മാർ ഞാൻ അടുത്ത കാലത്ത് ബൈബിളിൻ്റെ മേക്കിട്ട് കയറാൻ ശ്രമിച്ചു. ഇത്രയും കാലം ഖുറാനും അള്ളാഹിനെയൊക്കെ കുറ്റം പറഞ്ഞു, അന്നൊന്നും ഒന്നും പറ്റിയില്ല. അടുത്ത കാലത്ത് മാഷ് കുറച്ച് ബൈബിളിനെ ചൊറിയാനും മാന്താനും തുടങ്ങി, അതുകൊണ്ടാണ് ഇത് പറ്റിയത് എന്ന മട്ടിൽ ചില ക്രിസ്ത്യൻ ആശാന്മാരും വന്നിട്ട് കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ ഇവരൊന്നും പറയുന്നില്ല കേട്ടോ, പക്ഷേ നമ്മൾക്ക് ഇത് വായിച്ചാൽ വരികൾക്കിടയിൽ നിന്ന് അങ്ങനെ തോന്നണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ചിലർ വന്ന് കമൻ്റ് ഇടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കാലൊടിച്ചത് ഒരു ദൈവമാണ് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം, അത് പരീക്ഷണമാണ് എന്നും അംഗീകരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ 3 കൂട്ടരും പറഞ്ഞതിൽ ഏത് പരീക്ഷണമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇത് അള്ളാഹുവിനെ 45 കൊല്ലം കുറ്റം പറഞ്ഞതിന് അള്ളാഹു ഓടിച്ചതാണോ? അതോ അടുത്ത കാലത്ത് ശിവലിംഗത്തെ കുറ്റം പറഞ്ഞതിന് ശിവൻ ഓടിച്ചതാണോ? അതോ അടുത്ത കാലത്ത് ബൈബിളിനെ വിമർശിച്ചതിന് അവരുടെ കർത്താവ് ഓടിച്ചതാണോ? എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം? അപ്പോൾ ദൈവം ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ആ പരീക്ഷണം കൊണ്ട് ഈ പരീക്ഷണം ചെയ്യുന്ന ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമാണോ, അതല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയരാക്കുന്ന പരീക്ഷണ മൃഗങ്ങളായ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാനുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ടാവണം. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പരീക്ഷണം കൊണ്ട് നമുക്ക് എന്ത് കാര്യം, ദൈവത്തിനെന്ത് കാര്യം? ഇനിയിപ്പോൾ ഇത് അനുഭവിക്കുന്ന ഞാൻ പോട്ടെ, മറ്റുള്ളവർ എന്നെ അങ്ങനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിലെന്ത് പരീക്ഷണമുള്ളത്? ഞാൻ ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് എൻ്റെ കാലൊടിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൈവവിശ്വാസം ഉള്ള ആളുകൾക്കൊന്നും കാലൊടിയാൻ പാടില്ല. ഈ കാലൊടിയുന്നതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ ക്യാൻസർ പോലുള്ള എത്രയോ വേദന അനുഭവിക്കുന്ന അവസ്ഥകൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പരീക്ഷണം കൊണ്ട് ആർക്കും എന്ത് മനസ്സിലാവാനാണ്? ആർക്കൊന്നും മനസ്സിലാവാത്ത ഒരു പരീക്ഷണം നടത്തിയിട്ട് മനുഷ്യരെ എന്ത് പഠിപ്പിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഇനി ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ എൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ് ദൈവത്തിൻ്റെ പണിയെങ്കിൽ, ഈ ദൈവം എന്ന് പറയുന്ന ആൾ എത്ര ദുഷ്ടനാണെന്ന് ആലോചിച്ച് നോക്കും. റോട്ടിൽ അള്ള് വെതറിയിട്ട് തൊട്ടപ്പുറത്ത് പഞ്ചർ കട നടത്തുന്ന ഒരാളാണോ ദൈവം? അത്രയും നേരുന്നറിയില്ലാത്ത ഒരു ക്രൂര വിനോദക്കാരനാണോ ദൈവമെങ്കിൽ ആ ദൈവത്തിന് എന്ത് നന്ദിയാണ് കൊടുക്കേണ്ടത്? എന്ത് നന്ദിയാണ് അർഹിക്കുന്നത് ആ ദൈവം? അപ്പോൾ ഈ ക്യാൻസർ രോഗികൾ, RCCയിൽ കിടന്ന് വേദന തിന്നുന്ന ക്യാൻസർ രോഗികളൊക്കെ ദൈവത്തിന് ഇങ്ങനെ നന്ദി പറയുക. എന്തിനു നന്ദി പറയണം ഈ വേദനയ്ക്കോ? നിങ്ങൾ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നിൽക്കുമ്പോൾ കൊതുക് വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ പൊതിയുക, എന്നിട്ട് കൊതുക് അടിച്ച് നിങ്ങൾ കഷ്ടപ്പെടുക. നിങ്ങൾ ഈ കൊതുക് അടിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണോ? ആ കൊതുക് നിങ്ങൾക്ക് രോഗം പരത്തിയിട്ട് നിങ്ങൾ മലേറിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് കഷ്ടപ്പെടുമ്പോൾ ആ രോഗാണുക്കളെയും കൊതുകിനെയും സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങൾ നന്ദി പറയണം. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമല്ല ഈ പ്രകൃതിയിലുള്ളത്, നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അനുകൂലമായ കാര്യങ്ങൾക്കൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ ഈ പ്രതികൂലമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മൂപ്പരെ തെറിയും പറയേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ അത് രണ്ടിനും പോകേണ്ട കാര്യമല്ല. ആർക്ക്? അവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പരിണാമത്തിലൂടെ സംഭവിച്ചതാണ് എന്ന് വന്നാൽ അവിടെ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ എന്ന ചിന്ത തന്നെ
തെറ്റാണ് അല്ലെങ്കിൽ അശാസ്ത്രീയമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്കിതിനൊക്കെ പരിഹാരം കാണാനുള്ള ശാസ്ത്രീയമായ വഴികൾ അന്വേഷിക്കുക. പരിഹാരമില്ലാത്ത കാര്യങ്ങൾ പരിഹാരമില്ലാത്തതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ അഭിമുഖീകരിക്കുക. അതാണ് ബർട്രാൻഡ് റസ്സലിനെ പോലുള്ള സ്വാതന്ത്ര്യ ചിന്തകർ പറഞ്ഞത്. ഇപ്പോൾ മരണമായാലും കഷ്ടപ്പാടുകളായാലും ദുരിതമായാലും നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ടുകൊണ്ട് അതിനെ അതേ രീതിയിൽ അഭിമുഖീകരിക്കാൻ പരിശീലിക്കുക എന്നതാണ് സ്വതന്ത്ര ചിന്തകരുടെ രീതി. അതാണ് മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനകരമായ രീതി. അല്ലാതെ മരണം പറഞ്ഞിട്ടും മയ്യത്ത് കാട്ടിയിട്ടും കബറ് കാട്ടിയിട്ടും പടച്ചോൻ കാലൊടിച്ചു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ടും പേടിപ്പിക്കാൻ വരുന്ന ആളുകളോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അങ്ങനെ പേടിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ദൈവത്തിനുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളത് എന്നാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. എന്തിനാണ് നമ്മൾ ദൈവത്തിന് ഇങ്ങനെ സ്തുതി പറയുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മുടെ നന്ദി സ്തുതിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അള്ളു വെച്ച് പഞ്ചറടക്കുന്ന ചങ്ങാതി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്ത് നന്ദിയാണ് അയാൾ അർഹിക്കുന്നത്? അയാളെക്കാളും വലിയൊരു ദുഷ്ടൻ വേറെ ഉണ്ടോ? അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളെ എന്തോ ഒരു തരത്തിൽ ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് കെട്ടിയിട്ടിട്ട് മാനസിക രോഗികളാക്കി മാറ്റുക എന്നതിൽ കവിഞ്ഞ് ഇത്തരം മുത്തശ്ശി കഥകൾ കൊണ്ടൊന്നും മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയി വന്നിട്ടുള്ള വിശ്വാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ ക്ഷേമം അന്വേഷിച്ചു കൊണ്ടുവരുന്ന അല്ലാത്ത സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു.